പെണ്ണുകേസിൽപ്പെടുത്തി 4 മീഡിയക്കാരെയും തങ്ങളോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് പല ജാതി ഓഡിയോകൾ ഇട്ടു എന്ന് കരുതി മാങ്കൂട്ടത്തിലിനെ തീർക്കാനാവില്ല എന്നാണ് ഇന്നത്തെ പാലക്കാടിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ 38 ദിവസമായി മാങ്കൂട്ടം അടൂരിലെ വീട്ടിൽ പതുങ്ങിയിരുന്നത് കുതിക്കാനായിരുന്നു എന്ന് ഇന്നത്തെ പാലക്കാട്ടെ മുഖ്യനെതിരെയുള്ള പ്രതിഷേധം കാണുമ്പോൾ കൃത്യമായും മനസ്സിലാവും. കഴിഞ്ഞ കുറച്ചു ദിവസം പാലക്കാട്ടേക്ക് മാങ്കൂട്ടം എത്താത്തത് കണ്ടപ്പോൾ CPM കരുതി ഇനി പാലക്കാട് തങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച അജണ്ട മുഴുവനും നടപ്പിലാക്കാമെന്ന്. അതിനുവേണ്ടി അതിരാവിലെ ജനങ്ങൾ ഉണരുന്നതിന് മുൻപേ തന്നെ കലാപരിപാടികൾ തുടങ്ങി. എന്നാൽ MLA ഓഫീസ് തുറന്ന് വീണ്ടും തനിക്ക് ഒപ്പിടാനുള്ളതൊക്കെ ഒപ്പിട്ട് തന്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടന്ന മാങ്കൂട്ടം വെറുതെ ഷോ കാണിച്ചതാണ് എന്ന് കരുതിയവർക്കൊക്കെ തെറ്റി. പറഞ്ഞു വരുന്നത് പാലക്കാടിന്റെ മണ്ണിൽ പോലീസിനെ വളഞ്ഞു ചുറ്റുന്ന നാട്ടുകാരെയാണ് ഇന്നത്തെ ദിവസം കാണാനായത്. മാങ്കൂട്ടത്തെ വീട്ടിലിരുത്തിക്കൊണ്ട് ഇനി പാലക്കാടിന് നാഥനില്ല എന്ന് കരുതി എന്തും ചെയ്തു കൂട്ടാമെന്ന് കരുതിയ മുഖ്യനെയും കൂട്ടരെയും ഒതുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പാലക്കാടിന്റെ നാട്ടുകാർ. ഏലപ്പള്ളി മണ്ണൂക്കാട് ബ്രൂവറിക്ക് ഏറ്റെടുത്ത ഭൂമിയിൽ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലം വൃത്തിയാക്കാനുള്ള ഒയാസിസ് കമ്പനിയുടെ നീക്കം നാട്ടുകാരും സമരക്കാരും ജനപ്രതിനിധികളും ഇടപെട്ട് തടഞ്ഞു. മണ്ണുമാന്തി വാഹനങ്ങളും തടഞ്ഞു. സ്ഥലത്തെത്തിയ കമ്പനി പ്രതിനിധികളുമായും സമരക്കാർ വാക്കുതർക്കത്തിലായി. സ്ഥലത്ത് പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന രംഗങ്ങൾ ഒന്ന് കാണാം. ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചാൽ സമരം നടത്തുന്നതിന് പോലീസ് പിരിഞ്ഞു പോകാൻ പോലും പറയില്ല. പോരെ, ഞാൻ പറയുന്നില്ല പിരിഞ്ഞു പോകണ്ടെന്ന് വളരെ സിമ്പിളായി പറയാണ്. നിങ്ങൾ അവർ ഉത്തരവുകളുമായിട്ട് വല്ലതും വരികയാണെങ്കിൽ മാത്രമേ ഞങ്ങളെ അനുവദിക്കുള്ളൂ. കോടതി